നമ്മൾ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് യുവജന സംഘടനകൾ ഫേസ് ചെയ്യേണ്ടതും അഡ്രസ്സ് ചെയ്യേണ്ടതും. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം വലിയ തോതിൽ മൈഗ്രേഷനും ബ്രെയിൻ ഡ്രെയിനും ഉണ്ടാവുകയാണ്. ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലില്ല. അതിനെ യുവജന സംഘടനകൾ കുറേ കൂടി ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. രണ്ട്, നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ വേടനെ പോലുള്ള ആളുകൾ പറയുന്ന രാഷ്ട്രീയത്തെ കേൾക്കാൻ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരോട് സംവദിക്കുന്ന രീതികളിൽ, ചെറുപ്പക്കാരെ കണക്ട് ചെയ്യുന്ന രീതികളിൽ ചില മാറ്റങ്ങൾ വരണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാർത്തകൾ വന്ന രീതിയിലല്ല ചർച്ചകളുണ്ടായത്. വേടൻ്റേതടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് സർക്കാർ കാട്ടിയിട്ടുള്ള വേട്ടയെ ക്യാമ്പ് നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വേടനടക്കമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്ന ആ ക്രൗഡുകളെ രാഷ്ട്രീയ പാർട്ടികളും ആകർഷിക്കണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എൻഡിലാണ് ആദ്യം ഡിസ്കഷൻ. സമരരീതികളും പരിഷ്കരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം അത് കുറേ കാലമായിട്ട് ആലോചിച്ചും അനുവർത്തിച്ചും വരുന്നതാണ്. കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ സമരരീതികൾ മുൻപ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്നൊരു സംസ്ഥാനമായിരുന്നു കേരളം. ഹർത്താലിനെതിരായിട്ട് പൊതുബോധം അതിശക്തമായി വന്നു. ഇപ്പോൾ UDF പ്രതിപക്ഷത്ത് ആയിട്ട് 9 വർഷമായി. നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന ഹർത്താലുകൾ പോലും ഉണ്ടായില്ല. ആ വിരലിലെണ്ണാവുന്ന ഹർത്താലിലേക്ക് ചുരുക്കിയത് ഞങ്ങളുടെ ഒരു നേട്ടമായിട്ടല്ല പറയുന്നത്. അത് സൊസൈറ്റി ആകെ ഉണ്ടായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ പണിമുടക്ക്, രാജ്യത്തെ സ്തംഭിപ്പിക്കൽ തുടങ്ങിയ മെക്കാനിസം, അത്തരത്തിലുള്ള സമരരീതികൾ കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ആ സമരരീതികൾ കൊണ്ടുവരുമ്പോൾ രാജ്യമൊന്ന് സ്തംഭിച്ചാൽ, രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റക്കായാൽ അതിൻ്റെ നഷ്ടം അത്രയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിരുന്ന കാലത്താണ് അത്തരത്തിലൊരു സമരരീതിയെപ്പറ്റി ഗാന്ധിജി ഗൗരവത്തോടുകൂടി ആലോചിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത്തരത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗം ഒരു ദിവസം നിശ്ചലമായാൽ നമ്മുടെ ഈ ടോട്ടൽ ഇക്കണോമിയുടെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന നിലയിൽ, ടാക്സ് പേയേഴ്സ് എന്ന നിലയിൽ എന്നെയും നിങ്ങളെ തന്നെ പ്രത്യക്ഷമായി അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സമരരീതികൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു പൊതുവായ ചർച്ചയുണ്ടായി. അതൊക്കെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാപ്റ്റനും മേജറും വേണ്ട എന്നുള്ള പരാമർശമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഈ ന്യൂസ് കാർഡുകളിലല്ലാതെ ഞങ്ങൾ പ്രമേയത്തിൽ കേൾക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഈ സംഘടനാ പ്രമേയത്തിനൊക്കെ മറുപടി പറയേണ്ട ആൾ ഞാനാണ്. അപ്പോൾ ഓരോ പ്രതിനിധിയും പറയുന്ന വാചകങ്ങൾ ഞാൻ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നോട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏതെങ്കിലും കേൾവിക്കുറവുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഈ സഹപ്രവർത്തകരോടെല്ലാം ചോദിച്ചു. അപ്പോൾ അവരും കേട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളിനി അങ്ങനെ വല്ലതും പറഞ്ഞോ? അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അപ്പോൾ എങ്ങനെയാണിത് റിപ്പോർട്ട് ചെയ്ത് വന്നത്? ഒന്നുകിൽ നിങ്ങൾ ആ വാർത്ത നിങ്ങളുടെ ഒരു ഭാവനയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു ഭാവനയിൽ റിപ്പോർട്ട് ചെയ്തതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളോടത് പറഞ്ഞ ആൾക്കത് പറയാൻ പറ്റാതെ പോയതായിരിക്കും. എന്തായാലും സംഭവം ക്യാമ്പിൽ വന്നിട്ടില്ല. ഇല്ല, പാലിയേറ്റീവ് രംഗം വളരെ ശക്തമായി, യൂത്ത് കെയറിൻ്റെ ആക്ടിവിറ്റീസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതര ഭരണപക്ഷ യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ യുവജന സംഘടനകൾക്ക് ശക്തമായ സർക്കാരിനെതിരായി സമരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സമരവും സേവനവുമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് പാദസേവയും സേവനവുമാണ് ഭരണസംഘടനകൾക്ക് കൊണ്ടുനടക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ പാദസേവ എന്ന് പറയുന്ന പണി കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ്. സമരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്, ക്ലേശമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈക്വലി എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി. യൂത്ത് കെയറിൻ്റെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ, ആ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് ആ ദുരന്തത്തിൻ്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളെ ക്യാമ്പിലെ 14 ജില്ലകളിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികൾ അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, ഭവന നിർമ്മാണം അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പാർട്ടി എടുത്ത തീരുമാനങ്ങളോടൊപ്പം പാർട്ടിയുടെ കൂടി കൺസേണോട് കൂടിയിട്ട് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. പിന്നെ അതോടൊപ്പം തന്നെ 2,80,00,000 രൂപ പിരിച്ചിട്ട് 88 ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് DYFI അവിടെ 20 വീട് ഓൾറെഡി പൂർത്തിയാക്കി കഴിഞ്ഞു. 30 വീട് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് ഒരു അടിത്തറ കല്ലുപോലെ ഇടാൻ പറ്റിയില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനൊരു വിമർശനം ഉണ്ടായില്ല. ഇനി അങ്ങേക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അങ്ങയുടെ വിമർശനത്തിന് ഞാൻ മറുപടി പറയാം. 2,88,00,000 രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങ് എനിക്ക് 2 കോടി രൂപ കടം തരേണ്ടി വരും. അത്രയും കിട്ടിയിട്ടില്ല. കാരണം ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ ആദ്യഘട്ടമാണല്ലോ പൂർത്തീകരിക്കപ്പെട്ടത്. 2,80,00,000 ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല.
ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത്, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 8 ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന 30 വീടുകൾ നിർമ്മിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2,40,00,000 രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് അതിന് ചുമതല കൊടുത്തതും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 84 ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമാഹരിക്കപ്പെട്ടതും മുഴുവൻ അക്കൗണ്ടിലൂടെയാണല്ലോ, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആരും പണം കയ്യിലേക്ക് തരികയല്ല. എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട്. കഴിഞ്ഞ ദിവസവും KPCC പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KPCC അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രോമിസ് ചെയ്ത 30 വീടിൻ്റെ പണം ഞങ്ങൾ KPCCക്ക്